ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് കയറിയപ്പോൾ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ അമ്മൂട്ടി ആരോ ഒരാളുടെ അടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴത്തേനും വിളിക്കുന്നു, അവരുടെ വീട്ടിൽ ആരോ മരിച്ച്, ഇന്ന് ചെല്ലേണ്ട, അടുത്ത ആഴ്ച ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ എന്നാൽ സിസ്റ്റർ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കൊച്ചിയിലോട്ടാണ് അവരുടെ വീട്. അങ്ങനെ ട്രെയിൻ ഒന്ന് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആലുവ വഴി പോകുന്ന ട്രെയിനാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. എന്നാൽ അവരെ വീട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ അമ്മൂട്ടിക്ക് ഇഷ്ടമാണ് യാത്ര ചെയ്യാനൊക്കെ, പക്ഷേ എങ്കിലും ബോറിംഗ് ആണ്. അങ്ങനെ അവൾ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു. അങ്ങനെ മൊബൈലൊക്കെ എടുത്ത് നോക്കി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ബോറിംഗ് ആയി. പിന്നെ ഇരുന്ന് അവൾ കുറച്ച് കിടന്നു. പിന്നെ എന്താ വെച്ചാൽ മൊബൈൽ എടുത്ത് വെച്ച് ഗെയിമൊക്കെ നോക്കാമെന്ന് വെച്ചുകൊണ്ട് അവൾ കിടന്ന് ഗെയിമൊക്കെ കണ്ടെടുത്ത് ഞങ്ങൾ ആലുവയിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്ത് ഞങ്ങളെ റിലേറ്റീവ്സ്, സിസ്റ്ററും അവരുടെ മകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങൾ നേരെ ഓട്ടോയിൽ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് പോക്കിമോൺ കാർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവൾക്ക് ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രഷായി. ഞങ്ങൾ നേരെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ എങ്ങോട്ടാണ് മുട്ടി പോയത്? എറണാകുളത്തേക്ക് പോയി. കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഞങ്ങൾ മെട്രോയിലാണ് പോയത്. അങ്ങനെ മെട്രോയിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു എറണാകുളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറയുന്നു. അവർ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി നേരെ ഞങ്ങൾ എറണാകുളത്ത് പോയി. കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ അതേ മെട്രോയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് ആലുവയിൽ തന്നെ തിരിച്ച് വന്നു. ഇനി ഇവിടെയൊക്കെ ഫ്രണ്ട്സ് കിലോ കണക്കിനാണ് ഡ്രസ്സ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3-4 കിലോ ഡ്രസ്സൊക്കെ വാങ്ങിയാണ് വന്നത്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് രാത്രി ഫുഡും കഴിച്ച് ഏതോ പാതിരാക്കോഴി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.